പുഷ്പ 2 ശരിക്കും താഴത്തില്ല. താഴണ്ട, താന്നോളും. എന്താണ് ഒപ്പീനിയൻ? എനിക്കുള്ളൊരു സ്പെഷ്യൽ ഒപ്പീനിയനാണ്. ഞാൻ മൂവി കണ്ടു, ഒരു മിക്സഡ് റിവ്യൂ ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പറഞ്ഞ മൂവിക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ ആഡ് ചെയ്യാമായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സോങ്സ്, സീന്, ഓരോരുത്തരുടെ പ്രസൻസ്, സ്ക്രീൻ പ്രസൻസ് ഒക്കെ പറയാനുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പോൾ ട്രിവാൻഡ്രം ന്യൂ തിയേറ്ററിൽ നിന്നാണ് ഞാനത് കണ്ടത്. രാവിലെ 11:30 ഷോയ്ക്കാണ് കയറിയത്. ഒരു 1:15 വരെ കണ്ടതിന് ശേഷമാണ് ഫസ്റ്റ് ഇൻ്റർവെൽ വന്നത്. പിന്നെ ദെൻ ഒരു 1:20 സ്റ്റാർട്ട് ചെയ്തു. 2:55 ആ ഒരു ടൈം ആയപ്പോൾ കഴിഞ്ഞു, മൂവി കഴിഞ്ഞു. ഇനി സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് മിക്സഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ പറയാനുള്ളത്. നമ്മൾ ആ ഒരു ട്രെയിലറിൽ നിന്ന് തുടങ്ങി, ആ ട്രെയിലർ നമ്മൾ കണ്ടപ്പോൾ ഫുൾ അതിനകത്ത് ആട്ടിക്കേടി കുത്ത്, കൊലപാതകം തുടങ്ങി സകലമാന സാധനം. അതിനകത്ത് നമുക്ക് ഭയങ്കരമായ ഒരു വയലൻസ് ആണ് ആ ട്രെയിലറിനകത്ത് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 25% മാത്രമേ നമുക്ക് തിയേറ്ററിൽ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും രസകരമെന്ന് ഏറ്റവും എന്താ പറയുക വളരെ ഖേദകമായ ഒരു കാര്യം. കാരണം നമ്മൾ ആ ട്രെയിലറും ഈ മൂവിയും തമ്മിൽ നല്ല ഫാർ ഒത്തിരി ചേഞ്ചസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും ഈ ട്രെയിലർ കുത്തി ഞെരുക്കി ഇങ്ങനെ ആക്കിയതാണ്. നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പം അത്രയും ഒരു സാധനം നമുക്ക് അയ്യോ ഇത്രയേ ഉള്ളൂ, അത്രയില്ല, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, ആ ഒരു മൈൻഡ് നമുക്ക് തോന്നും. പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് പറയാനുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ സ്ക്രീൻ പ്രസൻസ്. ഏതൊരു സീൻ എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു 10-200 പേരെങ്കിലും കുറഞ്ഞത് ആ സീനിലുണ്ടാവും. ഈവൻ ശ്രീവല്ലിയുടെയും നമ്മുടെ പുഷ്പയുടെയും സീൻസ്, പേഴ്സണൽ സീൻസ് ഒഴിച്ച്, അവരുടെ ഭാര്യയും ഭർത്താവായിട്ടുള്ള സീൻസ് ഒഴിച്ച് ബാക്കി ഏത് സീൻ എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു 200 പേര് കുറഞ്ഞത് കാണും. അത് എല്ലാ സീനിലും, അത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഈ മൂവി എനിക്കൊരു ആവറേജ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. ഞാൻ അല്ലു അർജുൻ്റെ ഭയങ്കര വലിയൊരു ഫാനല്ല, രശ്മികയുടെ ഫാനല്ല, അങ്ങനെ പ്രത്യേകിച്ച് അവരുടെ അടുത്തൊരു ഇഷ്ടമുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഭയങ്കര ഫാനല്ല. പക്ഷേ ഞാൻ പുഷ്പ എന്ന് പറയുന്ന മൂവി ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ഉള്ളൊരു മൂവിയാണ്. എനിക്ക് പുഷ്പ ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ് പുഷ്പ. അപ്പം അതിൻ്റെ ആ ഒരു റിവഞ്ച്, ഫാസിലുമായിട്ടുള്ള ആ ഒരു റിവഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇനി അതിൻ്റെ ബാക്കി എന്താകും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ മൂവി ആക്ച്വലി കാണാൻ പോയത്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഈ സ്റ്റോറി, ആക്ച്വലി ഇതൊരു പുതിയ സിനിമയായിട്ട് കാണാൻ പോയല്ല, ഈ സ്റ്റോറിയുടെ ബാക്കി എങ്ങനെ ഉണ്ട് എന്ന് കാണാൻ പോയ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സൂപ്പറായിട്ട് തോന്നി. ഈ സ്റ്റോറിയുടെ ബാക്കി എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സ്റ്റോറിയുടെ ബാക്കിയായിട്ട് കാണുമ്പോൾ ഓക്കെ കൊള്ളാം എന്ന് തോന്നിപ്പോയി. പക്ഷേ ഇതിന് ഒത്തിരി കാര്യങ്ങൾ, കുറേ നെഗറ്റീവ്സ് ആയിട്ട് പറയാനുള്ളത്, ഓരോ സീൻസും നല്ല ലാഗായിരുന്നു. നമുക്കറിയാം സാധാരണ സിനിമയും സീരിയലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. മൂവി ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ വെള്ളം കുടിക്കാൻ പോകുന്നൊരു സംഭവം കാണിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പോകുന്നു, കുടിക്കുന്നു, ഇത്രയാണ്. സീരിയലാണെങ്കിൽ വെള്ളം കുടിക്കാൻ പോകുന്നു എന്ന് പറയുന്നു, നടന്നു പോകുന്നു, എടുക്കുന്നു, ഒഴിക്കുന്നു, കുടിക്കുന്നു, തിരിച്ചു വയ്ക്കുന്നു, ഇതാണ്. അപ്പം എനിക്ക് ഇതേപോലൊരു എല്ലാത്തിലും ഒരു വലിച്ചു നീട്ടൽ ഫീൽ ചെയ്തു. ഇന്ന് ഈ മൂവി കണ്ടിറങ്ങുന്ന ആർക്കും ഒരു സംഭവം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഈ 3 മണിക്കൂർ 21 മിനിറ്റാണ് ഈ മൂവി ഉള്ളത്. ഈ മൂവി നമ്മൾ കണ്ട് തീരുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു ഡൗട്ടും വരത്തില്ല, ഒന്നുമേ ഒരു ഡൗട്ടും ഇല്ല. കാരണം ഓരോ സീൻസും അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് വേറൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു സീരിയലൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമോ? ഡൗട്ട് വരത്തില്ല. കാരണം എല്ലാ സീൻസും പക്ക ക്ലിയർ ആയിരിക്കും. എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ ചെയ്യുന്നു, എന്ത് ഡ്രസ്സ് ഇടുന്നു, എന്തെല്ലാം പറയുന്നു, എല്ലാം പക്കയായിട്ട് അത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അത് കൂടിപ്പോയി. ഓരോ സീൻസും അങ്ങ് പോവാണ്, 10 മിനിറ്റിന് പുറത്ത് വരെ പോകുന്ന സീൻസുകളുണ്ട്. ഓരോ സീക്വൻസും പോകുന്നുണ്ട്, പുറത്തായിട്ട് പോകുന്നുണ്ട്. അപ്പം അത് കുറച്ച് ഓരോ സീൻസ് നമുക്ക് ലാഗായിട്ട് തോന്നുന്നുണ്ട്. ഇതല്ല, എൻ്റയർ സിനിമയല്ല, ഓരോ സീൻസ് വരുമ്പോൾ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അടുത്ത സീൻ വരുന്നില്ലല്ലോ, മറ്റടുത്ത് എന്താ അവിടുത്തത് കാണിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരും, ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ മൂവി ഒരു ആവറേജ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഫാമിലി ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം നമുക്കറിയാം സീസൺ 1 കണ്ടിട്ടുള്ളപ്പം ഈ പുഷ്പയുടെ ആ ഒരു മുല്ലേരി, ആ ഒരു തറവാടൊക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് ഫാമിലി ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. അറുത്ത് മുറിച്ചെറിഞ്ഞ് പുഷ്പയ്ക്ക് കുടുംബ പേരില്ല, വീട്ടുപേരില്ല, നാട്ടുപേരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലെവലിലുള്ള ഒരു എൻ്റയർ എന്താ പറയുക പ്രഹസനമായിരുന്നു സീസൺ 1. അതേസമയം സീസൺ 2 വന്നപ്പം ഈ കുടുംബക്കാരെല്ലാം കൂടി ഇതിനകത്ത് കുറേ മെഴുകുന്നുണ്ട്. ആ മെഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു സിനിമയുടെ ഒരു പകുതിയും ഫാമിലി ഇമോഷൻ തന്നെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കത് കണ്ടപ്പം സെയിം നമ്മുടെ വാരിസിൻ്റെ സാധനങ്ങളില്ലേ, അവസാനം വന്ന് വാരിസായി സാധനം. കണ്ട് വന്ന് വാരിസായി. 1-2 സീക്വൻസും വാരിസിൻ്റെ സെയിം സാധനങ്ങൾ ഈ പുഷ്പയ്ക്കകത്തുള്ള പോലെ എനിക്ക് തോന്നി. അത് മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് ഈ മൂവിക്കകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറിങ് ആണ്. കാരണം
ഇത് കാണാൻ നമ്മൾ ഓരോ സീക്വൻസ് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ റെയിൻബോ കണ്ടത് കണക്കാണ്, എല്ലാ കളറും ഉണ്ട്. തിയേറ്ററിൽ ഇരിക്കുന്ന സാധാരണ നമ്മൾ മൂവി കാണാൻ കയറുമ്പോൾ മൊത്തം ഇരുട്ടല്ലേ, ഇതിനകത്ത് വെട്ടം അടിച്ച് എല്ലാവരെയും നമുക്ക് കാണാം. അത്ര ക്ലിയർ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ. കളർ കോമ്പിനേഷൻ സൂപ്പറാണ്, നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു കുളിർമ തരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. പിന്നെ ക്യാമറ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എടുത്തു പറയേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്യാമറകൾ ഇങ്ങനെ പോകുന്നതും വരുന്നതും. അല്ലു അർജുൻ ഇങ്ങനെ ക്യാമറ പല ആംഗിളിലാണ് ക്യാമറ വരുന്നത്. ക്ലോസപ്പിനുള്ളത് അങ്ങനെ, അല്ല ബാക്കിലുള്ളതാണെങ്കിൽ അങ്ങനെ അങ്ങനെ പല രീതിയിൽ. പിന്നെ ഗ്രാഫിക്സ്, അപ്പൊ ക്യാമറയുടെ കേസ് അത്ര അടിപൊളിയാണ്. ഒരു സീൻ പോലും എനിക്ക് ക്യാമറയിൽ എനിക്ക് മോശമാണെന്ന് തോന്നിയിട്ടില്ല. പിന്നെ VFXും ഗ്രാഫിക്സും ഒക്കെ ഓക്കെ, അതും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഈ പ്രാവശ്യം ഈ പറഞ്ഞ നമുക്കറിയാം ചന്ദനത്തിന്റെ കഥയാണല്ലോ സീസൺ 1ലും. ചന്ദനത്തിന്റെ കഥ കുറച്ച് പറയാനുണ്ട്. അല്ലു അർജുനിലേക്ക് വരാം. അല്ലു അർജുനൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. അവസാനം മുമ്പ് വിറച്ചൊക്കെ ഉള്ള ഒരു ആക്ടിങ് ഒക്കെ ഉണ്ട്. അല്ലു അർജുൻ സൂപ്പറായിട്ട് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാം സൂപ്പറായിട്ട് അല്ലു അർജുൻ സൂപ്പറായിട്ട് ചെയ്തു. ഇത്തവണ മുറുക്കാൻ ചവയ്ക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലു അർജുൻ്റെ ഫേസ് നമുക്ക് ഇങ്ങനെ നേരെ ഇരിക്കുന്ന കാണാൻ പറ്റത്തില്ല, ഏത് നേരം മുറുക്കാൻ ചവച്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് വേറൊരു ഫാക്റ്റാണ് ഈ മൂവിയുടെ. പിന്നെ രശ്മിക, നമുക്കറിയാം പഴയ സീസണിൽ രശ്മിക നമുക്ക് കാണുമ്പോൾ കുറേ പേര് പറഞ്ഞു എന്ത് ഒരു ലോക്കൽ സംസാരം, രശ്മിക സംസാരിക്കുന്ന ലെവൽ എന്തൊരു ഏതപ്പി ആ ഒരു ലെവൽ സംസാരമാണെന്നാണ് എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായം അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്നും കുറച്ചൊന്ന് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല, കുറച്ച് ആ ഒരു ക്യാരക്ടറിനൊന്ന് മെച്ചപ്പെടുത്തി വന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു ടോക്കും ആ ഒരു സംസാരമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അമ്മായി നിങ്ങളുടെ മോനില്ലേ, അതാണ്, പിന്നെ എൻ്റെ ഭർത്താവല്ലേ, ആ ഒരു ടോപ്പിക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. എന്നാലും പഴയതിൽ നിന്നും കുറെ കൂടെയൊക്കെ അപ്ഡേറ്റഡ് ആയി. നിന്നെ നോക്കണോ, ആ പണ്ടത്തെ ആ ഒരു സ്റ്റൈലിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്, അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ശ്രീവല്ലി ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറിയിട്ടില്ല. പിന്നെ അടുത്ത് പറയാനുള്ളത്, ഈ മൂവിക്കകത്ത് എനിക്ക് കോണ്ടന്റ് പേഴ്സണലി ഫീൽ ചെയ്തില്ല, സത്യം പറയാലോ. അതായത് സീസൺ 1ൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ 20 മിനിറ്റ് ഒരു ശത്രു, പിന്നത്തെ 20 മിനിറ്റ് അടുത്തൊരു ശത്രു. ആദ്യം സോമനാഥൻ, പിന്നെ അടുത്ത് മംഗളശീലൻ, പിന്നെ അടുത്ത് ബൻവർ സിംഗ് ഷിഖാവത്ത്, അങ്ങനെ അത് ചെന്നൈ മുരുകൻ, ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഓരോ കണ്ടന്റിലേക്ക്, ഇവിടെ നിന്ന് കുറച്ച്. പക്ഷേ ഈ സീസൺ 2ലേക്ക് വരുമ്പോൾ ഒരു നിസാര സംഭവം, സിനിമയുടെ ആദ്യത്തെ 10 മിനിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് നമ്മൾ ഈ മൂവി കണ്ടു തുടങ്ങുന്നത്. കാരണം എൻ്റെയർ ഈ മൂവി കാണിക്കുന്നത് ഫുള്ളും ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ചന്ദനം തന്നെയാണ്, സീനൊക്കെ ചന്ദനം തന്നെ. പക്ഷേ ഈ ചന്ദനം, പുഷ്പയുടെ കേസ് ചന്ദനത്തിന്റെ കേസേ മിണ്ടുന്നില്ല, ചന്ദനത്തിന്റെ കേസ് ഇതിനകത്ത് മിണ്ടുന്നില്ല. വേറൊരു ടോപ്പിക്കാണ് ഈ സ്റ്റോറി ആക്ച്വലി വരുന്നത്. ഒരു നിസാര പ്രശ്നത്തിൽ നിന്ന് തുടങ്ങിയാണ് അവസാനം ഈ ചന്ദനത്തിലേക്ക്, ചന്ദനം എന്ന് പറഞ്ഞാൽ ആ ചന്ദനത്തിലേക്ക് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ കുറേ എന്താ പറയുക അന്യഭാഷ ഉള്ളവരായിട്ടുള്ള ഫൈറ്റും ഇടിയും ആ ഒരു ലോറി സീക്വൻസും, നമുക്കറിയില്ല ട്രക്കിൻ്റെ ബീച്ചിൻ്റെ അവിടെ വെച്ച് നടക്കുന്ന കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒത്തിരി ദുഷ്ടന്മാരും പുതിയതായിട്ട് കുറേ വില്ലന്മാരൊക്കെ വരികയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരാളുമില്ല, പുതിയ വില്ലന്മാരൊന്നുമില്ല, പഴയ വില്ലൻ തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ അതിൻ്റെ അടുത്ത് 1-2 ചെറിയ കുരു പൊട്ടിയ സൈസുകൾ, വേറെ ഭയങ്കരമായിട്ട് പവർഷുള്ള ഒരാളും വന്നിട്ടില്ല ഇതിനകത്ത്. അടുത്ത് ഫസ്റ്റ് ഹാഫും, സത്യം പറഞ്ഞ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള ഒരു 10 മിനിറ്റും ഇത്രയും സീക്വൻസിൽ മാത്രമേ ചന്ദനത്തടിയുടെ കഥയുള്ളൂ. പിന്നെ ചന്ദനത്തടി ഇല്ല, പിന്നെ ചന്ദന മഴയാണ് സത്യം. പിന്നെ അങ്ങോട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ആ ട്യൂണ് തൊട്ട് അങ്ങോട്ട് കരച്ചിലാണ് സത്യം. പിന്നെ വാരിസ് അങ്ങ് തുടങ്ങുന്നുണ്ട് അതിനകത്തോട്ട്. ആദ്യത്തെ സിനിമയുടെ ഫസ്റ്റ് ഹാഫും ഒരു 10 മിനിറ്റും ഓക്കെ പെർഫെക്റ്റ് ആണ്. പിന്നീടാണ് ഫാമിലി ഇമോഷൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കട്ടിങ്സ് ഉണ്ടെങ്കിലും ഇതിനകത്ത് ഈ ഫസ്റ്റ് ഹാഫും പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ പിന്നെ ഫുൾ ഈ സാധനം തന്നെയാണ് ഫാമിലി ഇമോഷൻ. അത് വാരിസിന്റെ 1-2 സീൻ കോപ്പിയുണ്ട്. ഫൈറ്റ് സീൻസ് എല്ലാം എടുത്തു പറയുന്ന സാധനം തന്നെയാണ്, സൂപ്പറാണ്. പക്ഷേ അല്ലു അർജുൻ വരുന്നതും ഇടിക്കുന്നതും എവിടെ നിന്നൊക്കെയോ വരുന്നു, ഒരു ലോജിക്ക് ഇല്ലാത്ത അടികളായി പോകുന്നു. പറന്നു വരുന്നു, തിരിഞ്ഞു വരുന്നു, എങ്ങനെയൊക്കെയോ വരുന്നു. അല്ലു അർജുൻ്റെ ഒരു സ്പെഷ്യൽ ഡാൻസ് ഉണ്ടല്ലോ, ആ ഒരു ഡാൻസ് പോലെയാണ് ഈ ഫൈറ്റുകളൊക്കെ നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്, ഡാൻസ് കളിക്കുന്ന കണക്ക്. പിന്നെ അടുത്ത ആ കാളി, ഭദ്രകാളി ടച്ചും ആ ഒരു ലുക്കും ഒക്കെ, അതൊക്കെ എനിക്ക് സൂപ്പർ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. അടിപൊളിയായിരുന്നു. അതൊക്കെ സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതൊക്കെ വേറെ ലെവൽ സാധനം എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയാനുള്ള സാധനമാണ്. കളർ കോമ്പിനേഷൻ കാണുന്ന ആ ടൈമിലൊക്കെ ഉള്ളത്. പിന്നെ ഇതിനകത്തെ സോങ്സ്, ഇതിലെ നമ്മൾ മലയാളം ഡബ്ബിങ് നമ്മൾ ഒത്തിരി സോങ്സ് കണ്ടു. പുഷ്പയിൽ ഇറങ്ങിയ ഇപ്പം കിസിക്കായാലും പീലിങ്സ് ആയാലും കണ്ടാലോ ആയാലും ഒക്കെ നമ്മൾ മലയാളം കണ്ടു. അപ്പോൾ നമ്മളത് കാണുമ്പോൾ
നമ്മൾ ലിറിക് ആണല്ലോ, ഫുൾ വീഡിയോ അല്ലല്ലോ, ലിറിക് ആണല്ലോ റിലീസ് ആവുന്നത്. അപ്പം ലിറിക് കാണുമ്പോൾ നമുക്ക് അയ്യേ മലയാളം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ബാക്കി നമ്മൾ പൊതുവേ മലയാളികൾ പറയുന്ന ഒരു ഒപ്പീനിയനാണ്, ബാക്കി ഭാഷയെല്ലാം കാണുമ്പോൾ അടിപൊളി ലിറിക്സ് ആണ്, മലയാളത്തിൽ മാത്രമാണ് വേർഡ് ഇങ്ങനെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ലിറിക്സ് എന്ന്. പക്ഷെ ഈ സീസണിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ ഓരോ വരി മലയാളത്തിൽ പറയുമ്പോൾ അവരവിടെ ആക്ടിങ്ങും കൂടെ ചെയ്യുന്നുണ്ടല്ലോ, അത് കറക്റ്റാണ്, അത് കറക്റ്റ് കാര്യമാണ്. അത് എസ്പെഷ്യലി ആ കിസിക്ക് സോങ്ങില് നമ്മുടെ ശ്രീലീലയുടെ ആ ഒരു ഡാൻസ് ഉണ്ടല്ലോ, അപ്പം ടപ്പന അടി വരുമേ മോനെ, അത് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ അറിയാതെ എൻ്റെ ഫോട്ടോ എടുത്താൽ ടപ്പന, അതൊക്കെ കറക്റ്റ് അതിനകത്ത് എടുത്ത് നമ്മളെ ലിറിക്ക് കാണുമ്പോൾ അല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നതും ടപ്പന അടി തരുമെന്ന് പറയുന്നതും അവരടുത്ത് പോകുന്നതും മോർഫ് ചെയ്താൽ അടി തരുമേ എന്നൊക്കെ പറയുന്നത് അതെല്ലാം സെയിം തെലുഗുവിൽ എന്താണോ അതിനെ കറക്റ്റ് മലയാളത്തിലേക്ക് അവർ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും നമുക്ക് ആ സോങ്ങിന്റെ ഡബിങ്ങിനെ ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. കാരണം കറക്റ്റ് വേർഡാണ് അവർ പെർഫോം ചെയ്തിട്ട്. അതെനിക്ക് എടുത്ത് പറയാനുള്ളൊരു കാര്യമാണ്. കാരണം അത് കുറേ പേര് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലെ ഓരോ സോങ്സും കണ്ടാലോ ഒരു തീക്കൻ, ആ സോങ് ഒഴിച്ച് ബാക്കിയുള്ള നമ്മുടെ പുഷ്പയുടെ ഇൻട്രോ സോങ് ആയ പുഷ്പ രാജ് ആ സോങ്ങും, പിന്നെ കിസിക്കും പിന്നെ ഫീലിങ്സ് ആ പാട്ട്, ഈ 3 പാട്ടുകളും ഈ സിനിമയായിട്ട് കണക്റ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. കാരണം ഇങ്ങനെ ഈ പുഷ്പയുടേതാണ്. ഇപ്പൊ പുഷ്പ ആ പാട്ട് എന്താണ് മീൻ ചെയ്യുന്നത്? പുഷ്പ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു ബിൽഡപ്പാണ് ആ പാട്ട്. പിന്നെ കിസിക് എന്ന് പറയുന്ന സോങ്, കിസിക് ആ മൂവിക്കകത്ത് തന്നെ, ആ സോങ്ങിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന കണക്ക് കിസിക് എന്ന് പറഞ്ഞ ഈ ഒരു ഫോട്ടോ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ഒരു സോങ് വരുന്നത്. അപ്പം അതും ആ സോങ്ങും കണക്റ്റഡ് ആണ്. ഈ പാട്ടുണ്ടല്ലോ കണക്റ്റഡ് ആണ്. ആ സ്റ്റോറിയിൽ ആ വേർഡ് കിസിക്ക് എന്ന് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫീലിങ്സ് ഈ സാധനം അതിനകത്ത് കണ്ടിന്യൂസ് ഉണ്ട്. ഫീലിങ്സ് യൂസ് ചെയ്താണ് അതിൻ്റെ എൻഡിൽ ഈ സോങ്ങും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഈ സോങ്ങുകളെല്ലാം തന്നെ അതിനകത്ത് പറയുന്ന ചില പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ഭാഗമായിട്ടാണ് ആ സോങ്ങുകൾ വരുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു അടിപൊളിയായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. പിന്നെ കണ്ടാലോ മാത്രമാണ് അതിനെക്കുറിച്ച് കണ്ടാലോ എന്നൊന്നും അതിനകത്ത് സംസാരിച്ചിട്ടില്ല. അത് മാത്രം ഡയറക്റ്റ് ആയിട്ട് വന്നു. പക്ഷെ ആ സോങ് വേറെ ലെവൽ സാധനമായിരുന്നു, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കിസിക്കൽ ശ്രീലേഖയുടെ ആക്ടിങ് ഒക്കെ എനിക്ക് സമന്തയുടെ അത്ര വരുന്നെന്ന് എനിക്ക് പേഴ്സണലി ഒപ്പീനിയൻ ഇല്ല. പക്ഷേ ചില കൊള്ളാം, അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. പക്ഷേ ചില സീക്വൻസുകൾ എന്തെന്നറിയാം, ഇങ്ങനെ നമുക്കറിയില്ല, ഒരു ഐറ്റം ഡാൻസ്, അപ്പോൾ ഐറ്റം ഡാൻസ് എടുത്ത് കാണിക്കാൻ വേണ്ടി കൊഴുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എണ്ണ തേച്ച് വെച്ചിറങ്ങുമ്പോൾ ചില സീനൊക്കെ ഇങ്ങനെ വൈറല്ല, ഇങ്ങനെ എണ്ണ തേച്ച് ഒഴുകുന്ന നമുക്ക് ഇങ്ങനെ ഗ്ലൈസ് ചെയ്യുന്ന അറിയാം, അവർ ഗ്ലൈസിങ്ങിന് വേണ്ടി കാണിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ ഇത്തിരി കൂടിപ്പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എന്താ, അതിനുശേഷം ഫസ്റ്റ് പാർട്ട് പുഷ്പ 1 കുറേ സാധനങ്ങൾ അവർ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം പുഷ്പ 1 റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ്ങാണ് എസാമേ. അതിന് പകരമാണ് ഇവർ കണ്ടാലോ കൊണ്ടുവന്നത്, അതിന് പകരമാണ് കണ്ടാലോ വെച്ചത്. പിന്നെ മറ്റേ മാണിക്യമായനെ ശ്രീവല്ലി, അതിന് പകരമാണ് ഇവർ മറ്റേ ഫീലിങ്സ് മല്ലികവാനോ ആ പാട്ട് കൊണ്ടുവന്നത്. അപ്പം ഇവർ ഇതിന് പകരം ഇത് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും ചെയ്യാൻ നോക്കി. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കണ്ടാലോ മാത്രമായിരിക്കും. കണ്ടാലോവും ഇതൊക്കെ കൊള്ളാം, പക്ഷേ 1 ഈസ് ഓൾവേസ് 1, എപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്റർവെല്ല് പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ എനിക്ക് ഇന്റർവെല്ല് അത്ര ഭയങ്കര ഗുമ്മായിട്ട് തോന്നിയില്ല. സീസൺ 1 ഇന്റർവെല്ലിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഗുമ്മുള്ള ഒരു സാധനമാണ് സീസൺ 2 ഇന്റർവെല്ലെന്ന് എനിക്ക് പറയാൻ തോന്നിയില്ല. കാരണം ഇന്റർവെല്ല് കഴിഞ്ഞൊരു 10 മിനിറ്റ് ഒരു സാധനം നടക്കുന്നുണ്ട്. ഈ 10 മിനിറ്റും കൂടി ഈ ഫസ്റ്റ് പാർട്ടി വന്നിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നേനെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഇന്റർവെല്ലായിരുന്നെങ്കിൽ വേറെ ലെവൽ സാധനമായിരുന്നേനെ. അപ്പം എനിക്ക് അതുകൊണ്ട് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. പിന്നെ കഴിഞ്ഞ തവണ താഴത്തില്ലയാണെങ്കിൽ ഇത്തവണ എന്താ പറയുക, ശരിക്കും താഴത്തില്ല, ഒട്ടുമേ താഴത്തില്ല എന്നുള്ള ഒരു ഇതാണ്. പിന്നെ അറിയാലോ, വൈൽഡ് ഫയർ ആണ് പുഷ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലവർ അല്ല, വൈൽഡ് ഫയർ ആണ് ഇത്തവണ. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഈ പറയുന്ന പോലെ ഫഹദ് ഫാസിലിൻ്റെ ആക്ടിങ് ആണ്. അത് ഫഹദ് ഫാസിൽ ഈ പറയുന്ന തുടക്കം മുതൽ സിനിമയുടെ ഒരു 3/4 ഭാഗം വരെ ഉണ്ട്. പുള്ളിക്കാരൻ വേറെ ലെവൽ തന്നെയാണ്. അത് ഒന്നും എടുത്ത് പറയാൻ ഒന്നുമില്ല, അത്ര അടിപൊളിയായിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ്റെ ഓരോരോ കേസും അതിനകത്ത് ഡീൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇന്റർവെൽ എനിക്ക് അത്ര ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നിയില്ല. മാത്രമല്ല ഇന്റർവെൽ എന്നൊക്കെ പറയുമ്പോഴല്ലോ നമ്മൾ ആ ഒരു കോരി തരിച്ച് നിൽക്കുന്ന ഒരു മുഹൂർത്തമാണ്, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയിരുന്ന ന്യൂ തിയേറ്ററിൽ ഉൾപ്പെടെ കുറേ ഇവർ സീരിയസ് ആക്കി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ കോമഡി ആയിട്ടുണ്ട്. സത്യം, കുറേ സാധനങ്ങൾ കോമഡി സീരിയസ് ആണ്. ഇവർ സീരിയസ് ആയിട്ട് ഡയലോഗ് പറഞ്ഞ് തിയേറ്ററിൽ ആളുകളിൽ നിന്ന് ചിരിക്കുന്നു. ഫഫയും അല്ലു അർജുനുമായിട്ടുള്ള ഭയങ്കര ഇതാണ് ഒരു മാസ് സാധനമാണ് ഇന്റർവെൽ വരുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ ആളുകളിൽ നിന്ന് ചിരിക്കുന്നു,
ചിരിക്കുകയും ചെയ്യുന്നു, മാത്രമല്ല അത് ഏക്കുന്നില്ല, ആ സാധനം ഒട്ടുമേ ഏക്കുന്നില്ല. അവിടെ വെച്ചാണ് ഇന്റർവ്യൂ ഓടുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഒട്ടും അത് വർക്കൗട്ടായിട്ട് ഫീൽ ചെയ്തില്ല ആ സാധനം. പിന്നീട് നമ്മുടെ പഴയ സീസണിലുണ്ടായിരുന്ന കുറേ പേര് പൊങ്ങി വരുമെന്ന് ഞാൻ കരുതിയിരുന്നു. അതിനകത്ത് 2 പേരായിരുന്നു. ഒന്ന് ലോകനാഥൻ, ശ്രീവല്ലിയേക്കാരെ പിടിക്കാൻ പോയ ഒരുത്തണ്ടല്ലോ, അവനും ഈ സോമനാഥൻ്റെ അനിയൻ ലോകനാഥനും, പിന്നെ ഈ മംഗളശീലനല്ല, അവൾ ബ്ലേഡ് വെച്ച് അറുത്തിട്ടിരിക്കുകയല്ലായിരുന്നു, മംഗളശീലൻ്റെ വൈഫ് ദാക്ഷായണിയും, അവരൊക്കെ പൊങ്ങി വരുമെന്ന് ഞാൻ കരുതിയിരുന്നു. ലോകനാഥൻ ഈ സീസണിൽ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇനി വല്ല സീനിലങ്ങനെ വന്നൊന്നും ഞാൻ കണ്ടില്ല. ലോകനാഥൻ ഇതിനകത്തില്ല. പിന്നെ മംഗളശീലനൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഫസ്റ്റ് പാർട്ടി നോക്കുമ്പോഴത്തേക്ക് ഒരു ഫസ്റ്റ് പാർട്ടിൽ ഭയങ്കര ഡോൺ അല്ലായിരുന്നു മംഗളശീലനെ വെട്ടിച്ചാരും ഒന്നും ചെയ്യൂല. പക്ഷെ മംഗളശീലൻ ഇത്തവണ ഒരു കാഴ്ചയ്ക്ക് കൊണ്ടൊരു ഒരു 10 ഡയലോഗ് എണ്ണി പറക്കിയ മംഗളശീലന് കാണും, അത്രേ മംഗളശീലന് ഉള്ളൂ. വില്ലൻസിനൊന്നും ഭയങ്കര പവറൊന്നുമില്ല. ഫഫ തന്നെയാണ് മെയിൻ. വേറെ വരുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും വലിയൊരു പവറുകളൊന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ രാഷ്ട്രീയമായിട്ടൊക്കെ കുറെ കണക്ട് ആക്കി വെച്ചിട്ടുണ്ട്. അവസാനം എല്ലാം കഴിഞ്ഞ് ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ വേറെ ലെവൽ, വെറി തന ആട്ടമാണ്. ക്ലൈമാക്സ് ഫൈറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കഥ പോവാണ്. അവസാനം ഞാനവിടെ തിയേറ്ററിൽ കണ്ടൊരു കാഴ്ച ഉണ്ട്. അവസാനം ഇങ്ങനെ തീർന്നപ്പോൾ ഇങ്ങനെ ഡയറക്ടഡ് ബൈ എഴുതി കാണിക്കുക, ആൾക്കാർ ഇറങ്ങി ഓടുകയാണ്. ഇത് കണ്ടുടനെ ഇറങ്ങി ഓടാണ്. ഇത് കഴിഞ്ഞിട്ടും പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമാക്സ് ഫൈറ്റ് കഴിയുന്നു, വീണ്ടും വാരിസാണ്. സ്നേഹം, അൻപ്, പാസം ഇതെല്ലാം വീണ്ടും കുറേ ഞെരുക്കി കുത്തി കയറ്റി അതിനകത്ത് വിട്ടിട്ടുണ്ട്. എന്നിട്ട് അവസാനം എന്താണ് നമുക്കിനി നെക്സ്റ്റ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വീണ്ടും ഒരു വില്ലൻ്റെ വരവൊക്കെ ഉണ്ട്. അത് ഫേസ് ഒന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ ഫഫയുടെ ഒരു എൻട്രി ചിലപ്പം സീസൺ 3 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സീസൺ 3യുടെ ടൈറ്റിൽ കാർഡും കാണിക്കുന്നുണ്ട്, പുഷ്പ 3 ദ റാംപേജ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ പറഞ്ഞ ഒരു മിക്സഡ് റിവ്യൂ ആണ്. എന്താണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഇങ്ങനെ പറയാനേ എനിക്ക് അറിയാവൂ. സീസൺ 1 കഥ ഇഷ്ടപ്പെട്ടവർക്ക്, ആ കഥ ഫോളോ അപ്പ് ചെയ്ത് വന്ന ശ്രീവല്ലിയുടെയും പുഷ്പയുടെയും ആ ഒരു സാധനം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വന്നവർക്ക്, അവരുടെ ജീവിതത്തിൽ ബാക്കി എന്താണ് നടക്കുന്നത്, ഫഫ എങ്ങനെയൊക്കെയാണ് അവർ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ കണ്ടവർക്ക് കൊള്ളാം, മനസ്സിലായോ? അല്ലാതെ ഇതാണ് പുഷ്പയുടെ ഫസ്റ്റ് പാർട്ടായിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഫസ്റ്റ് പാർട്ടിനെക്കാട്ടും മികച്ചതാവണമെന്നേ ആളുകൾ ആഗ്രഹിക്കും. സിനിമയൊക്കെ എന്തായാലും വിജയിക്കുക, ആളുകൾ കാണും, കോടികളൊക്കെ അടിക്കുമായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞവർക്ക് ഒരു കോണ്ടന്റ് ഇല്ല. ഒരു പർട്ടിക്കുലർ ചെറിയൊരു ടോപ്പിക്കിനെ പിടിച്ചു പറ്റിയാണ് ഈ മൂവി ഇങ്ങനെ കുത്തി വരുന്നത്. അല്ലാതെ വേറെ ഇതിനകത്തൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പക്ഷേ പേഴ്സണലി ആ പുഷ്പ ഫാൻ എന്നുള്ള നിലയ്ക്ക് ഓക്കെ, കൊള്ളാമല്ലോ, കൊള്ളാം നല്ല രസമുണ്ട്, ആ ഒരു ലെവല്. അല്ലാതെ ഭയങ്കര സംഭവം മാസ് എന്നൊന്നുമില്ല. മാസ് സീൻസ് ഉണ്ടേ, പക്ഷെ കൂടിപ്പോയ പോലെ തോന്നിയിട്ടുണ്ട്. കുറേ സീൻസ് കട്ട് ചെയ്യാമായിരുന്നു, കുറേ സീൻസ് ആഡ് ചെയ്യാമായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഞാൻ എന്ത് പറയും. ഓക്കെ, അപ്പം ഞാനിങ്ങനെ മൂവി റിവ്യൂ തുടങ്ങി വെച്ച വിവരം അറിയിക്കുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. കാണണം കേട്ടോ, കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടുമേ ഉറങ്ങിയില്ല, ഇരുന്ന് കാണാൻ ചെയ്തു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.